എവിടെ ആ ബസ് സ്റ്റോപ്പ് എവിടെ? വികസനം എന്നാൽ പൊതുസൗകര്യം വർദ്ധിപ്പിക്കുക എന്നാണ്. അതിൽ പ്രധാനമായും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. എന്നാൽ കാസർഗോഡ് നഗരസഭയിൽ ചിലതൊക്കെ വളരെ വിചിത്രമാണ്. അതിലൊന്നാണ് ഈ കാണുന്ന പഴയ ബസ് സ്റ്റോപ്പ്. എന്നാൽ ഇപ്പോൾ അത് ബസ് സ്റ്റോപ്പല്ല, കടമുറിയാണ്. ഞാനിപ്പോൾ ഈ രാത്രി വെളിച്ചത്താണ് സംസാരിക്കുന്നത്. ആകെ വികസനം എന്ന് പറയാൻ ഈ വെളിച്ചങ്ങൾ മാത്രമേ ഉള്ളൂ. പകൽ സൂര്യനുദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വികസനങ്ങളൊന്നും കാണുകയില്ല. കാരണം എല്ലാം സ്വകാര്യ വ്യക്തികളുടെ കെട്ടിടങ്ങൾ മാത്രമാണ്. തായലങ്ങാടിയിലെ അപ്രത്യക്ഷമായ ബസ് സ്റ്റോപ്പ്. വികസനം എന്നാൽ പൊതുസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കലാണെന്നാണ് നമ്മൾ കരുതിയിട്ടുള്ളത്. എന്നാൽ കാസർഗോഡ് തായലങ്ങാടി റെയിൽവേ സ്റ്റേഷൻ റോഡിൽ കഥ നേരെ തിരിച്ചാണ്. ദീർഘകാലമായി ഈ നാട്ടിലെ സാധാരണക്കാർക്ക് തണലേകിയിരുന്ന മഴയും വെയിലും ഏൽക്കാതെ ബസ് കാത്തു നിൽക്കാൻ സഹായിച്ചിരുന്ന ഒരു പൊതു ബസ് സ്റ്റോപ്പ് ഇന്നിതാ ഇതുപോലെ സ്വകാര്യ കച്ചവട സ്ഥാപനമായി മാറിയിരിക്കുന്നു. തൊട്ടടുത്ത് റെയിൽവേ സ്റ്റേഷൻ, സ്കൂളുകൾ, മെഡോണ ചർച്ച് എന്നിവയെല്ലാമുള്ള അതീവ തിരക്കേറിയ റോഡാണിത്. കാസർഗോഡ് ഭാഗത്ത് നിന്ന് തളങ്കരയിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും പോകുവാൻ ഏറ്റവും എളുപ്പമായ ബസ് സ്റ്റോപ്പ്. പഴയകാലത്ത് ജനങ്ങൾ ഒരുപാട് ആശ്രയിച്ചിരുന്ന ബസ് സ്റ്റോപ്പ്. ഈ ആധുനിക സംവിധാനങ്ങൾക്ക് വരുന്നതിന് മുമ്പ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തണമെങ്കിൽ ഈ ഒരു ബസ് സ്റ്റോപ്പ് തന്നെയായിരുന്നു ശരണം. ഇന്ന് ഈ ബസ് സ്റ്റോപ്പ് സ്വകാര്യ സ്ഥാപനമായി മാറിയിരിക്കുന്നു. ആരാണ് ഇതിന് ഉത്തരവാദി? ഈ കടമുറിക്ക് അനുമതി നൽകിയത് ആരാണ്? ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായിരുന്ന ഈ ബസ് സ്റ്റോപ്പ് വാണിജ്യവൽക്കരിക്കാൻ നഗരസഭയ്ക്ക് എന്ത് നിയമപരമായ അധികാരമാണുള്ളത് എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ഇത് കടുത്ത നിയമ ലംഘനമല്ലേ? ലാഭമുണ്ടാക്കൽ മാത്രമാണോ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ലക്ഷ്യം? ജനങ്ങളുടെ നികുതി പണം കൊണ്ട് നിർമ്മിച്ച പൊതു സംവിധാനങ്ങൾ വിറ്റ് കാശാക്കുമ്പോൾ വഴിയിലാകുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. ഈ ബസ് സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കാൻ നഗരസഭ തയ്യാറാകുമോ? അതോ നിയമവിരുദ്ധമായ ഈ കച്ചവടത്തിന് ഇനിയും ഒത്താശ ചെയ്യുമോ? അധികാരികളുടെ സ്വന്തം ലാഭത്തിനു വേണ്ടി സാധാരണക്കാരെ വഴിയിലാക്കി വിറ്റ തുച്ഛമായ ആ വാടകപ്പണം ഇന്ന് എവിടെയാണ് ചെന്നെത്തുന്നത്? പൊതുമുതൽ കയ്യേറി കച്ചവടത്തിന് ലൈസൻസ് കൊടുക്കുമ്പോൾ ജനങ്ങളോട് കാണിക്കേണ്ട മിനിമം നീതിയും ഉത്തരവാദിത്തവും എവിടെയാണ് നിങ്ങൾ പണയം വെച്ചത്? നഗരസഭാ അധികൃതരോട് ട്രൂ ന്യൂസ് മീഡിയക്ക് ചോദിക്കാനുള്ളത്, ജനങ്ങളുടെ നികുതി പണം കൊണ്ട് നിർമ്മിച്ച ടണൽ വിറ്റ് കാശാക്കാൻ നഗരസഭയ്ക്ക് ആരാണ് അധികാരം നൽകിയത്? യാത്രക്കാരെയും വിദ്യാർത്ഥികളെയും വഴിയിലാക്കുന്ന ഈ കച്ചവടക്കണ്ണ് ആർക്കു വേണ്ടിയാണ്? മുൻവശം ഷട്ടറിട്ട് മറച്ചാലും പുറകിലെ മതിൽ വിളിച്ചു പറയുന്നുണ്ട് ഇതൊരു പൊതു ബസ് സ്റ്റോപ്പാണെന്ന്. പകരം സംവിധാനം ഒരുക്കാതെ പൊതുമുതൽ വാണിജ്യവൽക്കരിച്ച നഗരസഭയുടെ നടപടി ശുദ്ധ ചട്ടലംഘനമല്ലേ? ലാഭമുണ്ടാക്കൽ മാത്രമാണോ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ലക്ഷ്യം? ഈ ബസ് സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കാൻ നഗരസഭ തയ്യാറാകുമോ? അതോ നിയമവിരുദ്ധമായ ഈ കച്ചവടത്തിന് ഇനിയും ഒത്താശ ചെയ്യുമോ? കണ്ടറിയാം. ട്രൂ ന്യൂസ് മീഡിയ, കാസർഗോഡ്. നഗരസഭയോട് ഒരു ചോദ്യം. നിങ്ങൾ വിട്ടുതുലച്ചത് വെറുമൊരു ബസ് സ്റ്റോപ്പായിരുന്നില്ല. ആയിരക്കണക്കിന് ജനങ്ങൾക്ക് അവരുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായിരുന്ന, അവർക്ക് ഏക ആശ്രയമായിരുന്ന റെയിൽവേ സ്റ്റേഷൻ റോഡിലെ ഈ ഒരു ബസ് സ്റ്റോപ്പ്. ഇതിന് കാലം നിങ്ങളോട് ചോദിക്കുക തന്നെ ചെയ്യും. ഒന്നുകിൽ ഈ ബസ് സ്റ്റോപ്പ് ഇവിടെ പുനഃസ്ഥാപിക്കുക, അല്ലെങ്കിൽ ഈ ബസ് സ്റ്റോപ്പ് നിങ്ങൾ എന്തിനു വേണ്ടി സ്വകാര്യ വ്യക്തികൾക്ക് മറിച്ചു വിട്ടു എന്ന് നിങ്ങൾ മറുപടി പറയുക തന്നെ വേണം.